ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു പോർക്ക് റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ വീഡിയോ എൻ്റെ കൂട്ടുകാരിയുടെ റെക്കമെൻഡ് പ്രകാരമാണ് ഞാൻ ചെയ്യുന്നത്. ഇത് പ്രസിക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ആദ്യമായിട്ട് പോർക്ക് നന്നായി ക്ലീൻ ചെയ്ത് വാലയ്ക്ക് വെക്കുക. അതിനുശേഷം കുക്കറിലേക്ക് പോർക്ക് എടുത്തിടുക. അല്പം ഉപ്പുപൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കുക്കറിൽ വേവിക്കാൻ വയ്ക്കുക. മസാലകൾ യോജിക്കുന്നതിന് വേണ്ടി നന്നായി കൈകൊണ്ട് ഇളക്കി യോജിപ്പിക്കുക. പന്നിയുടെ വേവനുസരിച്ച് കുക്കറിലൊരു 5-6 അടി അടിച്ചു. അതിനുശേഷം ചീനച്ചട്ടി എടുത്ത് എണ്ണ ഒഴിക്കുക. അതിലേക്ക് കടുക് പൊട്ടിക്കുക. അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് എണ്ണയിലേക്ക് ഇടുക. അത് നല്ല ബ്രൗൺ കളറായി മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി മുതലായവ ചേർത്ത് നന്നായിട്ട് ഇളക്കുക. അതൊരു ചെറിയ ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും അതിലേക്ക് അല്പം കറിവേപ്പില ചേർക്കുക. അപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നതായിരിക്കും. അതിനുശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, ഞാൻ ഉള്ളി അരിയാതാണ് ഇട്ടിരിക്കുന്നത്. അരിയേണ്ട ആവശ്യമില്ല, അത് നല്ല വെന്ത് വരുമ്പോഴത്തേക്കിനും നല്ല ഇതായിക്കോളും. ഇനി ഉള്ളിയിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് അത് നന്നായിട്ട് വഴറ്റാൻ വയ്ക്കുക. വഴറ്റിയതിന് ശേഷം അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല എന്നിവ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഗ്രേവി നന്നായിട്ട് പൊടികളുമായിട്ട് ചേർന്ന് കഴിയുമ്പോൾ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന പന്നി കുറേശ്ശെ ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കുക. പന്നി വേകുമ്പോൾ കുക്കറിനകത്ത് ധാരാളം വെള്ളം കാണും. ആ വെള്ളം നമ്മൾ അതിലേക്ക് ഒഴിക്കരുത്. പന്നിയുടെ പീസുകൾ മാത്രം അതിലേക്ക് ഇടുക. പീസുകൾ മാത്രം ഇടാനുള്ള കാരണം ഞങ്ങളുടെ വീട്ടിലാർക്കും നെയ്യ് ഒഴിച്ച് കഴിഞ്ഞ് കുഴഞ്ഞിരിക്കുന്നത് ഇഷ്ടമില്ല. അവർക്ക് നല്ല ഷാപ്പിലെയും തട്ടുകട സ്റ്റൈല് നല്ല ഒന്നും തൊടാതെ ഇരിക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ പീസുകൾ മാത്രം ഇട്ട് മസാലയുമായിട്ട് നമ്മുടെ ഗ്രേവിയുമായിട്ട് അത് നന്നായിട്ട് യോജിപ്പിക്കുക. പിന്നെ കൂട്ടുകാരെ, ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ഞങ്ങൾ കുറേ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. നിങ്ങളെല്ലാം അത് കയറി കാണുകയും ഞങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. സബ്സ്ക്രിപ്ഷനൊക്കെ തീരെ കുറവാണ്. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വളർച്ച. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് നന്നായി സപ്പോർട്ട് ചെയ്യുക. പോർക്ക് ഗ്രേവിയുമായിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. കുറച്ച് നേരം നന്നായിട്ട് ഇളക്കുക. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുരുമുളക് പൊടിയും നന്നായി ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്യുക. പന്നിക്ക് കുരുമുളക് പൊടി നന്നായിട്ട് ചേർക്കുന്നതനുസരിച്ച് അതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും നല്ല എരിവ് വേണം. അതുകൊണ്ട് കുരുമുളക് പൊടി ഞാൻ നന്നായിട്ട് തന്നെയാണ് ചേർത്തേക്കുന്നത്. അങ്ങനെ നമ്മുടെ ഈസി ആയിട്ടുള്ള പോർക്ക് റോസ്റ്റ് തയ്യാറാണ്. ഞാൻ വെള്ളയപ്പം കൂട്ടിയാണ് പോർക്ക് റോസ്റ്റ് കഴിച്ചത്. കണ്ടോ, നല്ല റോസ്റ്റ് അല്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.